ചില ആളുകള് വിവാഹത്തിനല്ല പ്രണയിക്കണത്, ടൈം ഉം, പാസിനാണ്. ഉം, അപ്പൊ ഒരു ദിവസം ഞാൻ എറണാകുളത്ത് ബോട്ട് ജെട്ടി ഉം, സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഉം. മദ്യപിച്ച് മതോന്മത്തനായി എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടില്ല. ആ, ആ, അങ്ങനെ ഒരാൾ എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ. ഞാൻ പേടിച്ചു പോയി, രാത്രിയാണ്. പക്ഷെ അയാള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചോദിച്ചു മെറ്റില്ല ടീച്ചറല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പകുതി സമാധാനമായി. അതാണല്ലോ ഗുരു ശിഷ്യ ബന്ധം. അതെ, അതെ, ഒരു അതെ. ശിഷ്യനെ ഏതവസ്ഥയിലാണെങ്കിലും ഗുരു എന്ന് അതെ, അതെ, പറയുമ്പോ അതെ, അതെ. എനിക്കൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്ത്. അതെ. ആ, എന്നിട്ട് എന്നോട് പറയാ, ടീച്ചർ അന്ന് അങ്ങനെ ഉം, ചെയ്തിരുന്നെങ്കിൽ ഉം, എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഉം, തീരെ സംസാരിക്കാനൊന്നും പറ്റണില്ല ഉം, കേട്ടോ, ഉം, ഉം, ഭയങ്കര മദ്യത്തിന്റെ മ- മുഴുകി നിൽക്കുന്ന ഉം, ഉം, ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യാതിരുന്നത്? ഉം, ഉം. എനിക്കൊരു ഓർമ്മയില്ല അയാൾക്ക് ആ, വേണ്ടി എന്താ ഉം, ഞാൻ അയാൾ അത് ചെയ്തിരുന്നെങ്കിൽ അയാൾ ഉം, ഉം, രക്ഷപ്പെട്ടാനെന്നല്ലേ ഉം, ഉം, പറയണത്. അത് എന്താണെന്നൊക്കെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇയാളുടെ ഒരു ഛായ ഉം, ഉം, എനിക്ക് മനസ്സിലായി. ഉം, ഇയാൾ ഉം, അവിടെ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ഉം, വിദ്യാർത്ഥിയാണ്. ഉം, ഒരു പെൺകുട്ടിയായിട്ട് പ്രണയമായിരുന്നു. ഉം, ഉം, അപ്പോൾ എന്നും രാവിലെ ശനി ഞായറും ഒക്കെ അവിടെ വന്നിരിക്കും ഇവര്. ഉം, അപ്പം ഉം, ഞാൻ പലപ്പോഴും ഇവരെ വീട്ടിൽ കോളേജിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല, അങ്ങനെ ഉം, കോളേജിൽ പ്രണയിക്കാനുള്ള സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞ് സ്നേഹപൂർവ്വം ഇവരെയൊക്കെ ഉം, ഉം. അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്.